ഹായ്, ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കുറച്ച് സീക്രട്ട് ടിപ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾക്ക് കയ്യിലൊരു നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവും, ഒരു ബെസ്റ്റ് അപ്രോച്ച് ഉണ്ടാവും. നിങ്ങളെല്ലാം ഫുള്ളി മോട്ടിവേറ്റഡ് ആയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ആരംഭ ദിവസം തൊട്ടിട്ട് അവസാനം നമ്മളുടെ ആ മെയിൻ ഗോൾ, അതായത് നീറ്റിൻ്റെ ആ എക്സാം എഴുതി നല്ല അടിപൊളിയായിട്ട് എഴുതി അതങ്ങ് ക്രാക്ക് ചെയ്യുന്നിടം വരെ ഈ സ്പിരിറ്റ് അതേപടി തന്നെ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3-4 ടിപ്സാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മളുടെ പ്രിപ്പറേഷനിൽ നമുക്ക് ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള 3 കാര്യങ്ങൾ. കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ ആൻഡ് കൺസിസ്റ്റൻസി. നമുക്കെല്ലാവർക്കും ആമയുടെയും മുയലിൻ്റെയും കഥ അറിയാം. ആമയ്ക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, മുയലിനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അവർ തന്നെ നോക്കുവാണെങ്കിൽ അവരുടേതായ രീതിയിൽ നല്ല ബെസ്റ്റ് പ്ലാൻ. പക്ഷേ കഥയുടെ അവസാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആരാ ജയിച്ചേ? ആമ. അതായത് ആമയ്ക്ക് കയ്യിലുണ്ടായിരുന്ന പ്ലാൻ ആമ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്ലാൻ ഫോളോ ചെയ്തു. മുയലിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു നല്ല അടിപൊളി പ്ലാൻ. പരീക്ഷ തുടക്കം മുൻപേ, അവരുടെ മത്സരത്തിന് മുന്നേ എല്ലാവരും കണ്ടവർ പറഞ്ഞു മുയലായിരിക്കും ജയിക്കുകയാണ്. കാരണം മുയലിൻ്റെ പ്ലാൻ, മുയലിൻ്റെ കഴിവ് അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ മുയൽ കൺസിസ്റ്റൻ്റ് ആയിരുന്നോ? അല്ല. മുയലിന് തൻ്റെ ആ ഒരു ലക്ഷ്യത്തിനോടുണ്ടായിരുന്ന ഒരു പ്രതിബദ്ധത, ആ ഒരു കമ്മിറ്റ്മെൻറ്റും ആ ഒരു ഡെഡിക്കേഷനും ആ കൺസിസ്റ്റൻസിയും അതൊന്നും മുയലിനില്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതെല്ലാം ആമയ്ക്കുണ്ടായിരുന്നു. അവസാനം ടൈറ്റിൽ വിന്നർ ആരായിരുന്നു? ആമ. അതുപോലെ തന്നെയാണ് നമ്മളുടെ എക്സാമിൻ്റെ. നമ്മളെല്ലാവരും പല കഴിവുള്ളവരാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് അപ്രോച്ച്, ഒരു ബെസ്റ്റ് പ്ലാൻ, ഫുള്ളി മോട്ടിവേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അവസാനം വരെ ആ ഒരു കൺസിസ്റ്റൻസിയോട് കൂടി മുന്നോട്ട് പോകുന്നവരാരാണോ, ആ ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെൻ്റ് ഒക്കെ ആർക്കാണോ ഉണ്ടാവുക, അവർക്കായിരിക്കും നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ കൺസിസ്റ്റൻസി നമുക്ക് വേണമെങ്കിൽ, അതായത് അവസാനം വരെ ഇത്രയും സമയത്തിനുള്ളിൽ നമ്മളുടെ ആ ഒരു നഷ്ടപ്പെടാണ്ട് നമുക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് ഇതിനെല്ലാം പുറമെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാവോ? അതാണ് പേഷ്യൻസ് അഥവാ ക്ഷമ. ക്ഷമയുണ്ടെങ്കിൽ, അതായത് പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ആദ്യത്തെ ഒരു 10 ദിവസം നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോയി, പിന്നെ നമുക്ക് ക്ഷമയില്ല, ഇത് നടക്കില്ല എന്നുള്ള വിചാരങ്ങളും നമുക്ക് സെൽഫ് ഡൗട്ട്സും എല്ലാം വരുന്നതനുസരിച്ച് നമ്മളത് പോകുവാണെങ്കിൽ, അതായത് നമുക്ക് ക്ഷമയില്ലെങ്കിൽ, അവസാനത്തെ റിസൾട്ട് വരെ എത്താനുള്ളൊരു ക്ഷമയില്ലെങ്കിൽ നമുക്കത് പറ്റിയെന്ന് വരില്ല. അതോടൊപ്പം തന്നെ ഇതിനെല്ലാത്തിനും ഞാനിപ്പോൾ പറഞ്ഞ ഈ 4 കാര്യങ്ങളെയും കവർ ചെയ്ത് പിടിക്കുന്ന, ബൈൻഡ് ചെയ്യുന്ന ഒരു നമ്പർ 1 ഫാക്ടർ ഉണ്ട്, ദ മാസ്റ്റർ ഫാക്ടർ. അതാണ് വിശ്വാസം, ഫെയ്ത്ത്. അതായത് നിങ്ങളെ പറ്റി തന്നെയുള്ള, നിങ്ങളുടെ കഴിവിനെ പറ്റിയിട്ടുള്ള വിശ്വാസം. നിങ്ങളുടെ ടീച്ചേഴ്സിനെ പറ്റി, നിങ്ങൾ ഇതുവരെ വായിച്ച നിങ്ങളുടെ നോട്ട്സ്, നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ MCQs, നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങൾ ഇടുന്ന ആ ഒരു എഫേർട്ട്, അതിൻ്റെ മേലെ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഫെയ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു വിശ്വാസം, എന്നെക്കൊണ്ട് പറ്റും, ഇത് ക്രാക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ഇതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണെങ്കിലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഡോക്ടർ ആകാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേറൊരു സംശയവും വേണ്ട.